സാറേ ഇവിടെ പോയാലോ? എടോ ഇതൊരെണ്ണത്തിന് 200 രൂപയാവും. തൻ്റെ പൈസ വല്ലതും ഉണ്ടാ? എൻ്റെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ മരുന്ന് കൊണ്ടുവന്നമാർ കൊണ്ടുപോയി. ബാക്കി പൈസയ്ക്ക് അമ്മമാർ കടവും കൂടെ പറഞ്ഞിട്ടാ പോയേക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു 200 രൂപയുണ്ട്. പക്ഷെ കഴിക്കാൻ പോകുമ്പോഴേ ഞാൻ മാത്രം കഴിച്ചിട്ട് സാറ് വെറുതെ. അയ്യടാ, ഞാൻ മാത്രം കഴിച്ചു. ഇന്നത്തെ പെട്ടിന്ന് ബാക്കി കളക്ഷൻ എടുത്തോണ്ട് വാടോ. അതിന് ഇന്നത്തെ പെട്ടിയിൽ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും നേരത്തെ വന്ന മരുന്നുകാരുടെ കടം ബില്ലും മാത്രമേ ഉള്ളൂ. അപ്പൊ താനിന്ന് വന്നു പറയുന്ന പൈസ ഒന്നും മേടിച്ചില്ലേ? അതിന് ഇന്ന് ആകെ 2 പേരല്ലേ വന്നല്ലോ. 2 പേര് വന്നല്ലോ, അവരെ പൈസ മേടിച്ചില്ലേ? അതിനാദ്യം വന്ന ആൾക്ക് എന്താണ് മെഡിക്കൽ മിറക്കിളാണെന്ന് സാറ് പറഞ്ഞു. അതെ, പുള്ളിയുടെ അസുഖം പെട്ടെന്ന് മാറിയെന്ന് ഞാനൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ലേ മിറക്കിളാണെന്ന്. അപ്പൊ അവര് പറഞ്ഞെന്താണെന്നറിയോ, മെഡിക്കൽ മിറക്കിൾ എന്നൊക്കെ പറയുമ്പോ എന്തിനാണ് ഡോക്ടർ കാശ് എടുക്കുന്നത്? അതൊരു അത്ഭുതമല്ലേ? ശരി. അപ്പൊ രണ്ടാമത്തെ ആളോ? രണ്ടാമത് വന്ന ആള് സെക്കൻഡ് ഒപ്പീനിയൻ വന്നതല്ലേ? അതെ, ഞാൻ വിശദമായിട്ട് എന്റെ ഒപ്പീനിയൻ പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ, സെക്കൻഡ് ഒപ്പീനിയൻ. അപ്പൊ അവര് പറയുന്നത് അവരാദ്യം കണ്ട ഡോക്ടർ പറഞ്ഞ അതേ ഒപ്പീനിയൻ തന്നെയാണ് സാർ ഇപ്പൊ പറഞ്ഞതാണ്. അത് പിന്നെ അപ്പൊ എങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ ആവും? ഞാൻ ആലോചിച്ചപ്പോഴും ശരി, അത് എങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ ആവും? അവരോടൊന്നും കാശ് വാങ്ങിക്കാൻ പാടില്ല. ബ്ലഡി ഫൂൾ. എടോ, തന്നെയൊക്കെ എന്തിനാണോ ഇവിടെ ജോലിക്ക് വെച്ചേക്കുന്നത്? താൻ നീ അറിയുന്ന പൈസ മേടിക്കണ്ട, ഞാൻ തന്നെ മേടിച്ചോളാം പൈസയൊക്കെ, കേട്ടല്ലോ? സാർ പേഷ്യന്റ്. അതെ ഡോക്ടറെ, ഇതാരാ? സാറേ പരസ്യം ഞാൻ ഏർപ്പാടാക്കിയ ദാമു ബിസ്ക്കറ്റ്. അത് ഡോക്ടറെ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ചുമ, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, അതിന് സംസാരിക്കാതിരുന്ന പോരെ? അങ്ങനെ പറ്റും, ഞാനൊരു വക്കീലല്ലേ. യെസ് യുവർ ഓണർ. വക്കീലാണോ? പനിയോ തൊണ്ടയ്ക്കോ വേനയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഒന്ന് അടുത്തിരുന്ന നോക്കായിരുന്നു. ശ്വാസം വലിച്ചു വിട്ടേ. സാറേ ഇയാളുടെ നെഞ്ചത്ത് എന്തോ തീക്ഷ്ണമായി കത്തുന്നു. സാറേ, ഇയാളുടെ നെഞ്ചത്തെ എന്തോ തീക്ഷ്ണമായി കത്തുന്നു. മൈക്രോഫോൺ ആണോ? മൈക്രോഫോൺ. ഇതേ ഒരു അലർജി കഫ് പോലെയാ തോന്നുന്നേ. ഞാൻ ഒരു സിറപ്പ് തരാം, അത് 2 ടീസ്പൂൺ 3 നേരം കുടിക്കേ. ഡോക്ടറെ, ഞാനേ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. വീട്ടിൽ 1 ടീസ്പൂണേ ഉള്ളൂ ഡോക്ടറെ. ഒരു ടീസ്പൂണേ ഉള്ളൂ. എന്തോന്നാടേ ഇത്? സാറേ, 1 ടീസ്പൂൺ ഉള്ളൂ, ഒന്നാക്കി കൊടുക്കുക സാർ. അതിന്റെ ബാക്കി എന്തോന്നടേ? അതിന്റെ മുകളിലൊരു അടപ്പുണ്ട്, അതിലൊഴിച്ച് കുടിച്ചാൽ മതി. താങ്ക് ഗോഡ്. സാറേ, ഇയാള് വക്കീലെന്നല്ലേ പറഞ്ഞു? മറ്റേ കാര്യം ചോദിക്കും. ഏത് കാര്യം? ഫീസിന്റെ കാര്യം. ഒരു കാര്യം ചോദിച്ചോട്ടെ? സാറ് വക്കീലല്ലേ? നമ്മൾ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പുറത്തു പോകുമ്പോഴേ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ മെഡിക്കൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കും. അവര് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും. നിങ്ങളും പുറത്തു പോകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് ലീഗൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അത് സാർ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? അത് ഡോക്ടറെ, എന്നോട് ആൾക്കാർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ അതിനൊരു ഫീസ് ഈടാക്കും. അതായത് ഇതേലൊന്ന്, അതായത് ഈ ആർട്ടിക്കിളും ക്ലോസും പ്രകാരം നമ്മൾ ഒരാൾക്കൊരു സേവനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേതനം തരാതിരിക്കാൻ പറ്റത്തില്ല. അത് ശരി. അപ്പൊ ഈ ആർട്ടിക്കിളും ക്ലോസും പ്രകാരം നമ്മൾ ക്ലിനിക്കൽ ക്ലോസ് ചെയ്യട്ടെ? എടോ, ഇത് വേറെ ക്ലോസ്. മൈൻഡ് ചെയ്യട്ടെ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആർട്ടിക്കിളും ക്ലോസും പ്രകാരം അപ്പൊ നമുക്ക് സേവനം ചെയ്താൽ വേതനം മേടിക്കാം. പിന്നല്ല. വലിയ ഉപകാരം. ഡോക്ടറിന്റെ ഫീസ് 200 ഇവിടെ തന്നാൽ മതി. അപ്പോൾ ഡോക്ടറിന് ഒരു 200 രൂപ ഇങ്ങോട്ട് തന്നാൽ മതി. അതങ്ങനെ? അതായത് ഡോക്ടറെ, ഞാൻ ഇപ്പോൾ ഒരു ലീഗൽ അഡ്വൈസ് തന്നില്ലേ, അതിന് ഞാൻ ഇട്ടിരിക്കുന്ന ഫീസ് 400 രൂപ. അപ്പം ഡോക്ടറിന്റെ 200 ഫീസും കഴിഞ്ഞിട്ട് ബാക്കി ഇനി 200 ഇങ്ങോട്ട് തന്നാൽ മതി. ഇതെന്താ സാർ? ഇത് നമ്മുടെ ആശുപത്രി വന്നിട്ട് നമ്മുടെ സേവനം വാങ്ങിച്ചിട്ട് ഇയാൾക്ക് കാശ് കൊടുക്കണം? ഇത് എവിടുത്തെ നിയമമാണ്? നിയമോ? എന്റെ പൊന്ന് ചിവള, നീ നിയമം എന്നൊന്നും പറയല്ലേ. അവൻ ആർട്ടിക്കിളും ക്ലോസ് ഒക്കെ പറഞ്ഞ് ഇനിയും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊടുക്കാൻ പൈസ ഒന്നുമില്ല. നീ 200 അന്നേ. വലിയ ഉപകാരം. വെച്ചാട്ടെ, നന്ദി. അപ്പം കുറഞ്ഞില്ലെങ്കിൽ ഞാൻ വന്നോളാം. അയ്യോ വേണ്ട, ഇതിലും മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. താങ്ക് യു. സാറേ, അയാൾക്ക് ചുമയുണ്ടായിരുന്നു, നന്നായി. ചുമയില്ലായിരുന്നെങ്കിൽ 400 രൂപ നമ്മൾ എവിടുന്ന് എടുത്ത് കൊടുത്തേനെ? നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല.